യേശു നീയും തനിച്ചാകുന്ന നിമിഷമാണ് രക്ഷയുടെ നിമിഷം. യേശു നീയും മാത്രമാകുന്ന നിമിഷമാണ്. മറ്റൊന്നും നിനക്ക് കാണാൻ കഴിയാതെ, ഒരു പാരമ്പര്യത്തിലേക്ക് നോക്കാൻ കഴിയാതെ, ഒരു മനുഷ്യനിലേക്ക് നോക്കാൻ കഴിയാതെ, ഒരു മതപുരോഹിതനിലേക്ക് നോക്കാൻ കഴിയാതെ, ഇട്ടിട്ട് വന്ന് ഒന്നിലേക്കും നിന്റെ മൈൻഡ് പോകാതെ നീ കർത്താവിനെ മാത്രം കാണുന്ന നിമിഷത്തിലാ വിളിച്ചു പറയേണ്ടത്, അപ്പാ എന്റെ ലൈഫ് ഞാൻ നിനക്ക് വേണ്ടി തരുന്നെന്ന്. ഒന്ന് കൈകൾ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ്, എന്റെ ലൈഫ്, എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു. That is the movement. That movement is a movement of salvation. ശരിയല്ലേ? പെട്ടെന്നൊരു നിമിഷം കർത്താവിന്റെ വചനം കേട്ടിട്ട് നമ്മുടേതെല്ലാം നമ്മൾ മറന്നേച്ചു. നമ്മുടെ പാരമ്പര്യം, നമുക്ക് ചുറ്റുമുള്ള പാരമ്പര്യം നമ്മൾ മറന്നു. നമുക്ക് ചുറ്റുമുള്ള കുടുംബം നമ്മൾ മറന്നു. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം നമ്മൾ മറന്നു. നമുക്ക് ചുറ്റുമുള്ള സകല ഫെസിലിറ്റീസും നമ്മൾ മറന്നു. നമുക്ക് ചുറ്റുമുള്ള കല്ലറയും കുടുംബ കല്ലറകളും, നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുതകളും നമ്മൾ മറന്നു. നമുക്ക് വേണ്ടി എന്തൊക്കെയോ മനുഷ്യൻ ഒരുക്കി വെച്ചതെല്ലാം മറന്നിട്ട് ഒന്നും കാണാൻ കഴിയാതെ ഒരു നിമിഷം കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് ഹൃദയത്തെ കൊടുത്ത ആ നിമിഷമാണ് രക്ഷയുടെ നിമിഷം. നിനക്കെതിരെ എഴുന്നേറ്റവരെവിടെ? നിന്നെ തീർത്തേച്ച് പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരെവിടെ? ഈ ആണ്ട് തുടങ്ങിയപ്പോ മുതൽ നിന്റെ ഭവനത്തെയും നിന്റെ തലമുറയും നിന്റെ ലൈഫിനെയും ലക്ഷ്യമിട്ടോണ്ട് ഇറങ്ങി തിരിച്ചവനൊക്കെ എവിടെ? എന്റെ സാന്നിധ്യം നിന്നെ സംരക്ഷിക്കും, എന്റെ സാന്നിധ്യം നിന്നെ സൂക്ഷിക്കും. എന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിൽക്കുമ്പം നിന്റെ രോമത്തെ തൊടാൻ ഒരുത്തന് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. You are in my presence. നിന്നെ കണ്ടം ചെയ്തവർ, നിന്നെ അക്യൂസ് ചെയ്തവർ, നിന്നെ കുറ്റപ്പെടുത്തിയവർ എവിടെ? എവിടെ? അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? അല്ല, നിന്നെ ഇപ്പൊ തീർത്തു കളയെന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്നേ. ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? 11ാമത്തെ വാക്യത്തിൽ ആ സ്ത്രീ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്കത് ഇംഗ്ലീഷ് വായിക്കാനാണ് ഇഷ്ടം കേട്ടോ. She said, "No man, Lord. No man, Lord." ഇല്ല കർത്താവേ, ഒരു മനുഷ്യനും